പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ ശിക്ഷാവിധി അല്പസമയത്തിനകം. പരമാവധി ശിക്ഷ വേണമെന്ന ആവശ്യവുമായി കുടുംബം. ഉച്ചയ്ക്ക് 12 മണിയോടെ ശിക്ഷാവിധി ഉണ്ടായേക്കും. കൊച്ചിയിലെ നൃത്ത ഗിന്നസ് റെക്കോർഡ് പരിപാടിയിൽ സുരക്ഷാ വീഴ്ചയ്ക്ക് പുറമെ സാമ്പത്തിക തട്ടിപ്പും. ഡാൻസ് അധ്യാപികയുടെ ശബ്ദരേഖ പുറത്തുവിട്ട് ന്യൂസ് 18. ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. പ്രതി നികേഷ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കും. ഷർട്ടിട്ട് തൊഴിൽ വിവാദത്തിൽ ജി സുകുമാരൻ നായരെ പിന്തുണച്ചും ശിവഗിരി മഠത്തെ തള്ളിയും രമേശ് ചെന്നിത്തല. അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. അത് ദേവസ്വം ബോർഡും മറ്റു ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതി, തീരുമാനമെടുക്കേണ്ടത് അതാത് ക്ഷേത്രങ്ങളെന്നും ചെന്നിത്തല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി തലസ്ഥാനം. മത്സരാർത്ഥികളെത്തി തുടങ്ങി. സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലയിൽ. വൈകിട്ട് കലോത്സവ നഗരിയിലെത്തിക്കും. ആഘോഷമായി കലവറ നിറയ്ക്കൽ, പാലുകാച്ചൽ അല്പസമയത്തിനകം. UDF-നൊപ്പം എത്താനുള്ള PV അൻവറിന്റെ ജനകീയ യാത്രയ്ക്ക് തുടക്കത്തിലെ കല്ലുകടി. ഉദ്ഘാടനം ചെയ്യാൻ DCC അധ്യക്ഷനെത്തില്ല. ജാഥയിൽ UDF നേതാക്കൾ പങ്കെടുക്കില്ല. സമാപന സമ്മേളനത്തിൽ ET മുഹമ്മദ് ബഷീർ മുഖ്യാതിഥി. ഉത്തരേന്ത്യയിൽ കൊടും തണുപ്പിൽ മഞ്ഞിൽ മുങ്ങിയ ഡൽഹിയിൽ യെല്ലോ അലർട്ട്. ഹൈവേകൾ അടച്ചു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. മെൽബൺ 5ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് തകർച്ചയോടെ തുടക്കം. 72 റൺസ് എടുക്കുന്നതിനിടെ 4 വിക്കറ്റുകൾ നഷ്ടം.